ഈ സ്കൂളിൽ വളരെയധികം ജീനിയസ് ആയ ഒരു കുട്ടിയുണ്ട്. പക്ഷെ അവൻ ജീനിയസ് ആണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. കാരണം അവൻ എല്ലാ എക്സാമിലും മനഃപൂർവ്വം 0 മാർക്കാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ എല്ലാവരും അവനെ 0 എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ ക്ലാസ് ടീച്ചർ വന്ന് ഒരു ചാനലിൽ നടക്കുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്കൂളിനും ഒരു ചാൻസ് കിട്ടി. അതിൽ വിൻ ചെയ്താൽ $1,000,000 പ്രൈസായി കിട്ടുമെന്ന് പറയുന്നു. അതുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു എക്സാം നടത്തും. അതിൽ ആരാണോ ഹൈസ്കോർ നേടുന്നത് അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. അത് കേട്ടതും ഇവൻ താനൊരു ജീനിയസ് ആണെന്ന് തെളിയിക്കാൻ ഇതാണ് ചാൻസ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും വേഗം എഴുതാൻ തുടങ്ങുന്നു. പക്ഷെ ഇവൻ മാത്രം കിടന്നുറങ്ങുന്നു. കുറച്ചു കഴിഞ്ഞ് ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളെന്ന് ടീച്ചർ പറയുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് പേപ്പറിൽ എന്തോ എഴുതി കൊടുത്തിട്ട് പോകുന്നു. അവസാനം പേപ്പർ ചെക്ക് ചെയ്യുമ്പോൾ സ്കൂളിലെ പകുതിയിൽ കൂടുതൽ കുട്ടികളും ഫെയിൽ ആവുന്നു. ഒരേ ഒരു കുട്ടി മാത്രം 96 മാർക്ക് വാങ്ങുന്നു. അത് കണ്ട ടീച്ചർ വേറെ ആരും ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാണില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് ചെക്കിംഗ് നിർത്താമെന്ന് പറയുന്നു. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാൾ മാത്രം 100 മാർക്ക് വാങ്ങുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അത് 0 ആണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. ഈ ന്യൂസ് തീ പോലെ സ്കൂളിൽ സ്പ്രെഡ് ആവുന്നു. ആർക്കും അത് വിശ്വസിക്കാനാവുന്നില്ല. അത് കണ്ട് സ്കൂൾ ടോപ്പറിന് ദേഷ്യം വരുന്നു. കാരണം അവനാണ് ഇത്രയും നാൾ ടോപ്പർ ആയിരുന്നത്. ഇപ്പോൾ അവൻ എതിരാളിയായി ഒരുത്തൻ വന്ന ദേഷ്യത്തിൽ ഫ്രണ്ട്സിനെ വിളിപ്പിച്ച് അവൻ ചീറ്റ് ചെയ്തതാണെന്ന് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നു. ഇത് സ്കൂൾ മുഴുവൻ പരന്ന് അവൻ ചീറ്റ് ചെയ്താണ് ജയിച്ചതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതറിഞ്ഞ ടീച്ചർ അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച് വാൺ ചെയ്ത് ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുത്തിട്ട് പോകാൻ പറയുന്നു. അവൻ ചീറ്റ് ചെയ്തില്ലെന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കാതെ അത് തെളിയിക്കാൻ പറയുന്നു. ദേഷ്യം വന്നവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ടീച്ചർ ഇരിക്കുന്നു. അപ്പോൾ അവനൊരു ഐഡിയ തോന്നുന്നു. ഇപ്പോൾ ഞാൻ പുറത്തുപോയി സാറിനും ടീച്ചറിനും കണക്ഷൻ ഉണ്ടെന്ന് റൂമർ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ ഇല്ലെന്ന് സാറിന് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? അങ്ങനെ അല്ലെങ്കിൽ സാറ് രാജിക്കത്ത് എഴുതി കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. അത് കേട്ട് അവർ രണ്ടുപേരും ഷോക്കാവുന്നു.